ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റാണ് അറിവിനറിവായി നിറവായി. ഈ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമാണ് എൻ്റെ ഭാഷ എന്ന കവിത. അപ്പോൾ ഈ ഒരു കവിതയുടെ ആശയം, അതുപോലെ വരികളുടെ അർത്ഥം, ആസ്വാദനം, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ കൃത്യമായും വരികളുടെ അർത്ഥവും വിശകലനവും ആസ്വാദനവും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കാരണം ഓരോ പാഠഭാഗങ്ങളുടെ ആശയം, പ്രത്യേകിച്ച് കവിതകളുടേതാണെങ്കിൽ അതിൻ്റെ ആസ്വാദനം നിങ്ങൾക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പാഠഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കവിതയുടെ ആസ്വാദനം എഴുതാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും വീഡിയോസൊക്കെ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും പാഠഭാഗത്തിന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അതിപ്പോൾ കേരള പാഠാവലിയിലാണെങ്കിലും അടിസ്ഥാന പാഠാവലിയിലാണെങ്കിലും ഏതെങ്കിലും പാഠഭാഗത്ത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. ഇത് വെള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരി 7ാം അധ്യായത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പാഠഭാഗം. അപ്പോൾ ഇവിടെ ഒരു പ്രവേശകം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉയിരേകിയ വാക്കുകൾ തോളോട് തോൾ ചേർന്ന് നമ്മുടെ നാടിനെ നിർമ്മിക്കുന്നു. അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഭാഷ, നമ്മുടെ വാക്കുകൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ നാടിനെ നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഭാഷയാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയൊക്കെ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ നാടിനെയൊക്കെ നിർമ്മിക്കുന്നത്, അത് വികസനത്തിലേക്ക് എത്തിക്കുന്നതൊക്കെ നമ്മുടെ ഭാഷ തന്നെയാണ്. അപ്പോൾ ഒരു നാടിൻ്റെ ഉന്നമനത്തിന്, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന്, ഒരു നാടിൻ്റെ സംസ്കൃതിക്ക് ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭാഷ ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ വരികളിൽ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. എൻ്റെ ഭാഷ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. അതായത് ഒരു കുഞ്ഞ് മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന ആ സമയത്ത് തന്നെ അവൻ്റെ പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം, മുലപ്പാലോടൊപ്പം തന്നെ അവൻ്റെ ചുണ്ടിലേക്ക് അമ്മയെന്നുള്ള രണ്ടക്ഷരവും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിലേക്ക് ഈ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം തന്നെ അത്രത്തോളം മാധുര്യമുള്ള മലയാള ഭാഷയിലെ അമ്മ എന്ന രണ്ടക്ഷരവും കൂടി ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭാഷയും അമ്മയുടെ സ്നേഹവും അമ്മയുടെ വാത്സല്യവും സമ്മേളിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ കുഞ്ഞ് ആദ്യമായി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, അവൻ മുലപ്പാൽ കുടിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ എന്ന വാക്ക് അവൻ ഓതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അമ്മയുടെ വാത്സല്യം പോലെയാണ് ഒരു കുഞ്ഞിന് അവൻ്റെ മാതൃഭാഷ, അല്ലെങ്കിൽ മാതൃഭാഷയുടെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ പെറ്റമ്മയും മാതൃഭാഷയും ഒന്നാണ് എന്ന് കാണിക്കുന്ന വരികളാണ് ഇവ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പറയുമ്പോൾ മറ്റുള്ള ഭാഷകൾ, അതായത് നമ്മൾ ഏതൊക്കെ ഭാഷകൾ കൈകാര്യം ചെയ്താലും, ഏതൊക്കെ ഭാഷകൾ നമുക്കറിയാമെങ്കിലും അവയൊക്കെ തന്നെ ധാത്രിമാരാണ്, അതായത് വളർത്തമ്മമാരാണ്. മർത്യന് പെറ്റമ്മ എന്ന് പറയുന്നത് തൻ്റെ ഭാഷ തന്നെയാണ്. അതായത് എത്ര അമ്മമാർ നമ്മളെ വളർത്താനുണ്ടെങ്കിലും മാതൃസ്നേഹത്തിൻ്റെ അത്രയും ആവില്ല ആരുടെയും സ്നേഹം എന്ന് പറയുന്നത് പോലെ, ഏതൊക്കെ ഭാഷകൾ നമ്മൾ കൈകാര്യം ചെയ്താലും നമ്മുടെ മാതൃഭാഷയോളം ആവില്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ ഞങ്ങൾക്ക് അമൃതായി തോന്നും. അതായത് അമ്മയുടെ മുലപ്പാൽ, വാത്സല്യ ദുഗ്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുലപ്പാലാണ്. അമ്മയുടെ വാത്സല്യം നിറഞ്ഞ ഈ മുലപ്പാൽ കുടിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾ, അതായത് പൈതങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുള്ളൂ, പൂർണ്ണമായ വളർച്ചയിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ അമ്മ തന്നെ പകർന്നു തരുമ്പോൾ മാത്രമാണ് അമൃത് പോലും നമുക്ക് യഥാർത്ഥ അമൃതായി അനുഭവപ്പെടുന്നത്, അത്രയും രുചികരമായി തോന്നുന്നത്.
അതുപോലെ തന്നെയാണ് മാതൃഭാഷയിലൂടെ ലഭിക്കുന്ന അറിവിനും അനുഭവത്തിനും മാത്രമാണ് ഏറ്റവും മാധുര്യമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പൂർണ്ണതയുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് അമ്മയുടെ വാത്സല്യവും അമ്മയുടെ മുലപ്പാലിനോടൊപ്പം ലഭിക്കുന്ന വാത്സല്യവും മാതൃഭാഷയിലൂടെ ലഭിക്കുന്ന അറിവും ഒരേപോലെയാണ് എന്നതാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം. അതായത് ഏത് വേദമായാലും ഏത് പുണ്യഗ്രന്ഥമായാലും ഏത് ശാസ്ത്രമായെങ്കിലും ഏത് കാവ്യമായാലും അത് ഏതൊരാൾക്കും ശരിക്കും അവൻ്റെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ അതവന് അത്രത്തോളം മനസ്സിലാകണമെങ്കിൽ സ്വന്തം ഭാഷയുടെ രൂപത്തിൽ തന്നെ അവന് കേൾക്കണം, പഠിക്കണം. എങ്കിൽ മാത്രമേ മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോഴാണ് എല്ലാ വിഷയവും അവന് മനസ്സിലാവുന്നത്, വൈകാരികമായി കൂടി അവന് അനുഭവവേദ്യമാകുന്നത് എന്നാണ് ഈ വരികളിൽ പറയുന്നത്. ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നു മുൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. അതായത് ഭാഷയിലെ ഓരോ ചെറിയ അംശവും നമ്മുടെ ഭാഷയിലെ ഓരോ ചെറിയ അംശം പോലും ഹൃദയത്തിന് പ്രിയപ്പെട്ടതാണ്. ഹൃദയത്തിന് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൃദയമാണ്. ഹൃദയത്തിന് പ്രിയപ്പെട്ടതാണ്. അത് മനസ്സിലാകുന്ന താമരപ്പൂവിൽ ചിത്തതാരിൽ തേൻ പോലെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. എന്നാൽ മറ്റു ഭാഷകളിലെ അറിവുകൾ, അതാണ് അന്യബിന്ദുക്കൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റു ഭാഷകളിലെ അറിവുകൾ അതിന് പുറം ഭാഗത്ത് തബഹിർഭാഗമേ എന്നുദ്ദേശിക്കുന്നത് പുറം ഭാഗത്ത് മാത്രം നിൽക്കുന്ന മുത്തുകൾ പോലെയാണ്. അവ മനോഹരമാണെങ്കിലും മാതൃഭാഷയിലൂടെ ലഭിക്കുന്ന അറിവ് പോലെ ഹൃദയത്തിലേക്ക് ലയിച്ച് ചേരില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മാതൃഭാഷയിൽ നിന്ന് ലഭിക്കുന്ന സ്വന്തം ഭാഷയിൽ നിന്ന് ലഭിക്കുന്ന ഏതൊരു ചെറിയ കാര്യവും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു ചേരും. പക്ഷേ മറ്റുള്ള ഭാഷകളിൽ നിന്ന് ലഭിക്കുന്ന ഏത് വലിയ അറിവാണെങ്കിലും അത് പുറമേ മാത്രമേ നിൽക്കുകയുള്ളൂ, ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലില്ല. അത് അത്രയും മനോഹരമാണെങ്കിലും മാതൃഭാഷയിലൂടെ അനുഭവേദ്യമാകുന്ന ചെറിയ അറിവിനോളം വരില്ല മറ്റേതു ഭാഷയിൽ നിന്ന് ലഭിക്കുന്ന ഏത് വലിയ അറിവും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ആദിമകാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും. ആദിമകാവ്യം എന്ന് പറയുന്നത് രാമായണമാണ്. പഞ്ചമവേദം, അഞ്ചാമത്തെ വേദമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് മഹാഭാരതമാണ്. അപ്പോൾ പഞ്ചമവേദം എന്ന് ഉദ്ദേശിക്കുന്നത് മഹാഭാരതമാണ്. അതുപോലെ നീതിപ്പൊരുൾ, നീതിയുടെ സാരമായിട്ടുള്ള തിരുക്കുറൾ പോലെയുള്ള നീതിശാസ്ത്രങ്ങളെയാണ് ഇവിടെ നീതിപ്പൊരുൾ എന്ന് പറയുന്നത്. അതുപോലെ ഉപനിഷത്ത്, വേദങ്ങളുടെ ജ്ഞാനപരമായിട്ടുള്ള ഭാഗമാണ് ഉപനിഷത്തുകൾ. അതായത് രാമായണം, മഹാഭാരതം, അതുപോലെ തന്നെ നീതിശാസ്ത്ര പുസ്തകങ്ങൾ, ഉപനിഷത്ത് പോലെയുള്ള വേദഗ്രന്ഥങ്ങൾ, ഇവയിലൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളിലെ വലിയ വലിയ ആശയങ്ങൾ പോലും വളരെ ലളിതമായി സ്വന്തം ജനതയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത ഭാഷയാണ് മലയാള ഭാഷ. അത്രത്തോളം ലളിതമാണ് മലയാള ഭാഷ. വലിയ വലിയ ഗ്രന്ഥങ്ങളിലെ, ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിലെ ആശയങ്ങൾ പോലും മലയാളിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മലയാള ഭാഷയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ആവിഷ്കരിക്കാനും കഴിവുള്ള മലയാള ഭാഷയ്ക്ക് ഒട്ടും കഴിവ് കുറവില്ല എന്ന് ഇവിടെ കവി അഭിമാനത്തോടെ പറയുന്നു. പാടവഹീനർ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? പാടവഹീന എന്ന് ഉദ്ദേശിക്കുന്നത് കഴിവ് കുറവ് എന്നാണ്. അപ്പോൾ കഴിവ് കുറവാണെന്ന് ഒരിക്കലും ആർക്കും പറയാൻ സാധിക്കുകയില്ല എന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് കവി വരികളിൽ പറയുന്നത്. അടുത്ത വരികൾ നോക്കാം. ബുദ്ധിമാന്മാരെ സ്വഭാഷ തറവാട്ടിൽ സ്വത്തു വളർത്തുവാൻ യജ്ഞം ചെയ്യുവിൻ, ആലസ്യത്തിനു നിവാപാമ്പു നൽകുവിൻ, ഫലത്തിലോലും വിയർപ്പിന്നാലെ. അതായത് ബുദ്ധിമാന്മാരോട്, പണ്ഡിതന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ്, സ്വന്തം ഭാഷയാകുന്ന തറവാട്ടിൽ, സ്വഭാഷ തറവാട്ടിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം ഭാഷയാകുന്ന തറവാട്ടിൽ അറിവാകുന്ന സ്വത്തുക്കൾ കൂടുതൽ ഉണ്ടാക്കാൻ, വളർത്തുവാൻ നമ്മൾ ശ്രമിക്കണം. യജ്ഞം ചെയ്യുവിൻ എന്നതുകൊണ്ട് പരിശ്രമിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ നെറ്റിയിലെ
നിങ്ങളുടെ നെറ്റിയിൽ നിന്ന് പൊടിയുന്ന ആ വിയർപ്പ് കൊണ്ട്, ഫാലത്തിലോലും വിയർപ്പിനാലെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നെറ്റിയിൽ നിന്ന് പൊടിയുന്ന ആ വിയർപ്പിനാലെ, നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട്, ആലസ്യത്തിന് എന്ന് ഉദ്ദേശിക്കുന്നത് അലസതയാണ്, ആ അലസതയെ ഇല്ലാതാക്കി നിവാവാമ്പു നൽകുവിൻ, അതായത് എന്നാണ് മരണാനന്തര ക്രിയയ്ക്ക് നൽകുന്ന ജലം ആണ് നിവാവാമ്പു എന്ന് പറയുന്നത്. അപ്പോൾ മരണാനന്തര ക്രിയയ്ക്ക് നൽകുന്ന ജലം പോലെ അത് നൽകി അലസതയെ ഇല്ലാതാക്കൂ. അത്രത്തോളം പവിത്രതയോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നെറ്റിയിൽ നിന്ന് പൊടിയുന്ന വിയർപ്പിനാലെ, അത്രത്തോളം കഠിനാധ്വാനത്താൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മാതൃഭാഷയെ വളർത്താൻ, നിങ്ങളുടെ മാതൃഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് അലസത വെടിഞ്ഞ് മാതൃഭാഷയുടെ ഉന്നമനത്തിനായി ഓരോ വ്യക്തിയും, പ്രത്യേകിച്ച് മലയാളികൾ എന്ത് ചെയ്യണം? മലയാള ഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് മലയാള ഭാഷ ഉച്ചരിക്കുന്നത് പോലും, മലയാള ഭാഷ സംസാരിക്കുന്നത് പോലും എന്തോ കുറവായി കാണുന്ന ഇക്കാലഘട്ടത്തിൽ മലയാള ഭാഷയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് മലയാളികളായ നാം ഓരോരുത്തരുടെയും കടമയാണ് എന്നാണ് കവി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഏറെ വാക്കെന്തിന് നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ, പാണ്ഡിത്യഭിക്ഷയ്ക്കായി വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ, കേടറ്റ രൗദാര്യ ശീലത്തിലെന്നെ കേളി കേട്ടുള്ളവർ കേരളീയർ. ഈ വരികൾ എന്താണ് പറയുന്നത്? ഇനിയിപ്പോൾ നാളെ മുതൽ അധികം വാക്കുകൾ എന്തിനാണ്? നാളെ മുതൽ മലയാള ഭാഷയുടെ വീട്ടുമുറ്റത്ത്, കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാള ഭാഷയുടെ വീട്ടുമുറ്റത്ത് പാണ്ഡിത്യമാകുന്ന ഭിക്ഷ തേടി വരുന്നവർക്കെല്ലാം, പാണ്ഡിത്യ ഭിക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് പാണ്ഡിത്യമാകുന്ന അറിവെന്ന ഭിക്ഷ നേടി വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അവരുടെ ഭാണ്ഡം, അവരുടെ സഞ്ചി നിറയെ അറിവും ലഭിച്ചേ അവർക്ക് മടങ്ങാൻ സാധിക്കുകയുള്ളൂ. അത്രയധികം വിജ്ഞാനം മലയാള ഭാഷയിൽ ഉണ്ടാകണം, അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. നാളെ മലയാള ഭാഷയിലൂടെ ഓരോ കാര്യങ്ങളും ഗ്രഹിക്കാൻ വരുന്ന എല്ലാ വ്യക്തികളും എന്ത് ചെയ്യണം? തങ്ങളുടെ സഞ്ചിയിൽ, തങ്ങളുടെ മസ്തിഷ്കത്തിൽ അത്രയും അറിവുമായി മാത്രമേ തിരിച്ചു പോകാൻ പാടുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് കവി പറയുന്നത്. അതുപോലെ തന്നെ ഒരു കുറവുമില്ലാത്ത ഉദാരമായ ശീലത്തിൽ, കേടറ്റ ഔദാര്യ ശീലത്തിൽ, അതായത് ഒരു കുറവുമില്ലാത്ത ഉദാരമായ ശീലത്തിൽ എന്നും പേര് കേട്ടവരാണ്, കേളി കേട്ടുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പേര് കേട്ടവരാണ് കേരളീയർ. ആ ഔദാര്യം ഭാഷാപരമായ അറിവ് നൽകുന്നതിലും ഉണ്ടാകണം എന്നാണ് പറയുന്നത്. മാതൃഭാഷയായ മലയാളത്തെ സമ്പന്നമാക്കാൻ കഠിനാധ്വാനം ചെയ്യാൻ കവി ഇവിടെ പണ്ഡിതരോടും ബുദ്ധിജീവികളോടും ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അലസത വെടിഞ്ഞ് പരിശ്രമിച്ചാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അറിവ് തേടി വരുന്നവർക്ക് അത് പകർന്നു നൽകാൻ തക്കവണ്ണം നമ്മുടെ ഭാഷ വളരും. ഉദാരശീലരായ മലയാളികൾ വിജ്ഞാനം നൽകുന്ന കാര്യത്തിലും ആ കഴിവ് പ്രകടിപ്പിക്കണമെന്നാണ് കവി ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വരികളുടെ അർത്ഥവും ആശയവും ഒക്കെ തന്നെ. ഇനി ഈ കവിതയുടെ ആസ്വാദനം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. വെറുതെ വരികളുടെ അർത്ഥം എഴുതി വെച്ചാൽ ആസ്വാദനമാവില്ല. അപ്പോൾ ആസ്വാദനം എങ്ങനെയാണ്, ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. എൻ്റെ ഭാഷ എന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഈ ഒരു കവിതയ്ക്ക് എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഭാഷ ആസ്വാദനം. വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരി 7-ാം അധ്യായത്തിൽ നിന്ന് എടുത്തതാണ് എൻ്റെ ഭാഷ എന്ന പാഠഭാഗം. മാതൃഭാഷയുടെ നൈർമല്യതയും അത് കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും വിളിച്ചോതുന്ന കവിതയാണിത്. ആരംഭത്തിൽ തന്നെ മുലപ്പാലിൻ്റെ മാധുര്യത്തോട് മലയാള ഭാഷയുടെ മാധുര്യത്തെ ഉപമിക്കുന്നു. പെറ്റമ്മ വാത്സല്യത്തോടെ നൽകുന്ന മുലപ്പാലിനൊപ്പം അമ്മ എന്ന 2 അക്ഷരവും കുഞ്ഞ് നുണയുമ്പോൾ മാതൃവാത്സല്യത്തോടൊപ്പം കുഞ്ഞിന് മാതൃഭാഷയും അനുഭവേദ്യമാകുന്നുവെന്നും മറ്റുള്ള ഭാഷകൾ എത്ര പഠിച്ചാലും മനുഷ്യന് അവയൊക്കെ വളർത്തമ്മമാരാണെന്നും പെറ്റമ്മ എപ്പോഴും സ്വന്തം ഭാഷയാണെന്നും കവി സ്ഥാപിക്കുന്നു. ഏതൊരു ശാസ്ത്രവും ഏതൊരു വേദവും മനസ്സിലാക്കണമെങ്കിൽ സ്വഭാഷയിൽ കേൾക്കണം, പഠിക്കണമെന്ന് കവി പറയുന്നു. സ്വന്തം ഭാഷയിലെ ചെറിയ അറിവുകൾ പോലും ഹൃദയത്തിലാണ് പതിക്കുന്നതെന്നും മറ്റുള്ള ഭാഷകൾ പുറമേ ശോഭിക്കുന്ന മുത്തുകൾ പോലെയാണെന്നും കവി കൂട്ടിച്ചേർക്കുന്നു. രാമായണം, മഹാഭാരതം, ഉപനിഷത്തുകൾ പോലുള്ള മഹത്തായ ഗ്രന്ഥങ്ങളിലെ ആശയങ്ങളെല്ലാം മലയാളികൾ വളരെ ലളിതമായി മനസ്സിലാക്കിയത് മലയാള ഭാഷയിലൂടെയാണ്. അതുകൊണ്ട് മലയാള ഭാഷയുടെ ഉന്നമനത്തിനായി
നാം അലസത വെടിഞ്ഞ് പ്രവർത്തിക്കണമെന്നും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അറിവ് തേടി വരുന്നവർക്ക് അത് പകർന്നു നൽകണമെന്നും അക്കാര്യത്തിലും മലയാളികൾ ഉദാരമതികളാകണമെന്നും കവി ആഹ്വാനം ചെയ്യുന്നു.